സൗദിയിലെ റിഫൈനറി ആക്രമിച്ചത് മൊസാദ് എന്ന് സംശയം. ഖത്തറിന് നേരെ നടത്തിയ ആക്രമണത്തിലും മൊസാദിന് പങ്കുള്ളതായിരിക്കുന്ന സംശയം ജനിപ്പിക്കുന്നു. അതോടൊപ്പം 2-ലധികം പേരെ ഖത്തറിൽ വെച്ച് അറസ്റ്റ് ചെയ്ത റിപ്പോർട്ടും പുറത്തു വരുന്നു. അപ്പോൾ കലക്ക വെള്ളത്തിൽ മീൻ പിടിക്കുന്ന ഒരു പ്രവൃത്തിയാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ മൊസാദ് അറബ് രാജ്യങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ചെയ്യുന്നത് എന്ന് ഏറെക്കുറെ തെളിഞ്ഞിരിക്കുകയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ റിഫൈനറി പ്രവർത്തിക്കുന്നതിൽ ഒന്ന് സൗദി അറേബ്യയിലെ അരാംകോ ആണ്. ഈ അരാംകോന് നേരെ മിസൈൽ ആക്രമണം നടത്തി 2 മിസൈൽ ആകാശത്ത് വെച്ച് തടയപ്പെടുകയും അതിൻ്റെ ചീളുകൾ തെറിച്ചുകൊണ്ട് ചില ഭാഗങ്ങൾക്ക് തീപിടിക്കുകയും ചെയ്തു. അപ്പോൾ എന്തിനാണ് റിഫൈനറി ആക്രമിച്ചത് എന്നുള്ളതും തങ്ങൾക്ക് നേരെ എന്തുകൊണ്ടാണ് ആക്രമണം നടത്തുന്നത് എന്ന സൗദി അറേബ്യയുടെ ചോദ്യത്തിന് ഇറാൻ പ്രതികരിച്ചതോടുകൂടിയാണ് ഇതിൻ്റെ പിന്നാമ്പുറം മൊസാദ് സംഘമുണ്ട് എന്ന് സംശയം ജനിക്കുന്നത്. തങ്ങൾ റിഫൈനറി ആക്രമിച്ചിട്ടില്ലെന്നും ഏതെങ്കിലും തന്ത്രപ്രധാനമായിരിക്കുന്ന അറേബ്യൻ മേഖല ആക്രമിക്കുക എന്നുള്ളത് തങ്ങളുടെ ഉദ്ദേശമല്ലെന്നും അമേരിക്കയുടെ ബേസ് കേന്ദ്രീകരിച്ചുകൊണ്ടും അവരുടെ താമസ സ്ഥലം കേന്ദ്രീകരിച്ചുകൊണ്ടും മറ്റും മാത്രമേ തങ്ങൾ ആക്രമിക്കുകയുള്ളൂ എന്നതിനാൽ മറ്റുള്ള ഒരു ആക്രമണത്തിനും ഇറാനെ കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല എന്ന് ഇറാൻ പ്രസിഡന്റ് ഇറാൻ്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഗ്ചി പറഞ്ഞതോടുകൂടിയാണ് ഈ മേഖലയിൽ ഇപ്പോൾ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ചില നിഗൂഢ നീക്കങ്ങൾ ഇസ്രായേലിൻ്റെ ഭാഗത്തുനിന്ന് മൊസാദ് സംഘം നടത്തുന്നുണ്ട് എന്ന് തെളിഞ്ഞിരിക്കുന്നത്. സാധാരണഗതിയിൽ ഇപ്പോൾ നിലവിലെ സാഹചര്യം എന്ന് പറഞ്ഞാൽ അറേബ്യൻ മേഖല ഒരുമിച്ചും ഇറാന് സംയുക്തമായിട്ടുമാണ് 2024 ശേഷമുള്ള പ്രവർത്തന രീതികളൊക്കെ ഉണ്ടായത്. അതായത് വലിയ രീതിയിലുള്ള അന്തരം ഇറാനും അറേബ്യൻ രാജ്യങ്ങളും തമ്മിൽ ഉണ്ടാവുകയും 10-15 വർഷത്തോളം ഹൂത്തികളുമായി ഏറ്റുമുട്ടുന്നൊരു സ്ഥിതിവിശേഷം സൗദി അറേബ്യക്കും UAEക്കും അടക്കം ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. ഇറാനിലെ ഭരണമാറ്റവുമായിട്ട് ബന്ധപ്പെട്ട് അവിടുത്തെ വിമത വിഭാഗമായിരിക്കുന്ന ഹൂത്തികളെ ഇല്ലാതാക്കാൻ വേണ്ടി അവിടുത്തെ സർക്കാർ സൗദി അറേബ്യയുടെ സഹായം തേടുകയായിരുന്നു. ആ സഹായം തേടിയോടൊപ്പം UAEയും സംയുക്തമായ രീതിയിൽ അറബ് രാജ്യത്തോടൊപ്പം സൗദിയോടൊപ്പം ചേർന്നുകൊണ്ട് ഹൂത്തികൾക്കെതിരെ വലിയ രീതിയിൽ ആക്രമണം നടത്തി. അങ്ങനെ ഹൂത്തികളും സൗദി രാജ്യവും അതോടൊപ്പം തന്നെ UAE രാജ്യവും നേർക്കുനേരെയുള്ള യുദ്ധമായിട്ട് അത് മാറി. സൗദി അറേബ്യയുടെ തലസ്ഥാനമായ റിയാദിൻ്റെ ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ ഭാഗത്ത് പോലും ആക്രമിക്കുന്ന തരത്തിലേക്ക് ആ കാര്യങ്ങൾ നീങ്ങുകയും ചെയ്തു. അങ്ങനെ വലിയ രീതിയിലുള്ള സംഘർഷാവസ്ഥയിൽ ഏറെക്കുറെ ഒരു അയവ് വന്നത് 2025 ചൈനയുടെ ഇടപെടൽ മൂലമാണ്. ചൈന 2023 ഒക്ടോബർ 7 ഹമാസ് ആക്രമണത്തിന് ശേഷം സംയുക്തമായ രീതിയിൽ ചേർന്ന് നിന്ന് പോയിട്ടില്ലെങ്കിൽ അത് സാരമായിട്ട് ബാധിക്കും, ഒന്നിച്ചു നിൽക്കേണ്ട ഒരു പ്രത്യേക സാഹചര്യം ഇപ്പോൾ ഉണ്ട് എന്ന് ചൈന സൗദി അറേബ്യയോടും ഇറാനോടും നേരിട്ട് പറയുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ഒന്നിക്കാൻ വേണ്ടി തീരുമാനിക്കുകയും ചെയ്തു. ചൈനയുടെ മധ്യസ്ഥതയിലാണ് ഈ ഒന്നിപ്പ് നടന്നത്. ഇത് നടന്നതോടുകൂടി ഇത് ഇസ്രായേലിനും അമേരിക്കക്കും അടക്കം വലിയ രീതിയിലുള്ള ആഘാതമായി. കാര്യം അവർ പറയുന്നത്, ഒരു ഭാഗത്ത് സാമ്പത്തിക മുന്നേറ്റമുള്ള രാജ്യങ്ങൾ, മറുഭാഗത്ത് സൈനിക മുന്നേറ്റമുള്ള രാജ്യങ്ങൾ, ഇവരൊരിക്കലും ഒന്നിക്കാൻ പാടില്ല. ഒന്നിച്ചു കഴിഞ്ഞാൽ മിഡിൽ ഈസ്റ്റ് കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ ആഘാതങ്ങളും വലിയ വിഷയങ്ങളും അവർക്കുണ്ടാകും, ഇസ്രായേലിനുണ്ടാകും എന്നവർ കണക്കൂട്ടുന്നു. കാര്യം എന്ന് പറഞ്ഞാൽ സാമ്പത്തിക മുന്നേറ്റമുള്ളതാണ് അറബ് രാജ്യങ്ങൾ, എന്നാൽ അവർക്ക് സൈനികപരമായിരിക്കുന്ന ശക്തിയില്ല. സൈനിക മുന്നേറ്റമുള്ളതാണ് ഇറാനെ സംബന്ധിച്ചിടത്തോളം. അവരും ഇവരും ഒന്നിക്കുക എന്ന് പറഞ്ഞാൽ പ്രയാസമുള്ള കാര്യമാണ്. അങ്ങനെ ആ ഒന്നിക്കൽ അതിനുശേഷം ഇവരെ അകത്താൻ വേണ്ടിയിട്ട് എന്തൊക്കെ ശ്രമം നടത്താൻ പറ്റുമോ ആ ശ്രമമെല്ലാം പല ഘട്ടങ്ങളിലും പല സാഹചര്യത്തിലും യഥാർത്ഥത്തിൽ ഇസ്രായേൽ നടത്തിയിട്ടുണ്ട്. ഇപ്പോഴത്തെ ഒരു യുദ്ധം നമ്മൾ ആലോചിച്ചാൽ നമുക്കറിയാം, ഇറാൻ ഒരിക്കലും അമേരിക്കയ്ക്ക് ഭീഷണിയല്ല എന്നുള്ളത് കൃത്യമാണ്. ഇറാനും അമേരിക്കയും തമ്മിൽ യുദ്ധമുണ്ടാവുകയും ഏതെങ്കിലും കാലത്ത് ഇറാൻ നേരിട്ട് കൊണ്ട് മറ്റേതെങ്കിലും രാജ്യത്തെ ആക്രമിച്ചിരിക്കുന്ന ഒരു റിപ്പോർട്ടും പുറത്തു വന്നിട്ടില്ല. എന്നാൽ ഇറാഖ് ആക്രമിച്ചിട്ടുണ്ട് കുവൈത്തിനെ, നമുക്കറിയാം. ഇറാഖ് ആക്രമിച്ചിട്ടുണ്ട് ഇറാന്, അത് നമുക്കറിയാം. 8 കൊല്ലത്തോളം യുദ്ധം ചെയ്തു. 1980 മുതൽ 1988 വരെ ആ യുദ്ധം ചെയ്തത് ഇറാഖ് അങ്ങോട്ട് ആക്രമിച്ചതാണ്. അതിനെ പ്രതിരോധിക്കാൻ മാത്രമാണ് ഇറാൻ ചെയ്തത്. ഇറാഖ് കുവൈത്തിനെ ആക്രമിച്ചിട്ടുണ്ട്, പക്ഷേ ഇറാൻ ഒരു രാജ്യത്തെ ആക്രമിച്ചിട്ടില്ല. പക്ഷേ നിരന്തര ഭീഷണി എന്ന് പറഞ്ഞാൽ ഇസ്രായേലിനാണ് ഭീഷണി, അതവർ തുറന്ന് പറയാറുമുണ്ട്. ആ ഒരു ഭീഷണി ഇല്ലാതാവണമെങ്കിൽ എന്ത് ചെയ്യണം? സൈനികപരമായിരിക്കുന്ന ബലക്ഷയം ഉണ്ടാവുകയും അതോടൊപ്പം തന്നെ ഭരണമാറ്റം ഉണ്ടാവുകയും വേണം. ഈ ഭരണമാറ്റം ഉണ്ടാവാൻ വേണ്ടിയിട്ടുള്ള വലിയ രീതിയിലുള്ള പരിശ്രമമാണ് ഇസ്രായേൽ നടത്തിയത്. എന്നാൽ ഇസ്രായേലിന് ഒറ്റയ്ക്ക് ഇറാനെ കീഴടക്കുകയോ ഇറാനുമായിട്ട് ബന്ധപ്പെട്ട് ഏതെങ്കിലും വിഷയങ്ങൾ ഉണ്ടാക്കുകയോ അസാധ്യമാണ്. അതിനാണ് അമേരിക്ക കൂട്ടിയത്. അമേരിക്ക ചേർന്ന് നിൽക്കാൻ വലിയ രീതിയിലുള്ള പ്രയാസമുണ്ടെങ്കിലും ഇറാനും അമേരിക്കയും തമ്മിൽ ബദ്ധവൈരികളായിരുന്നു മുൻപ് തന്നെ.
79 ഇസ്ലാമിക വിപ്ലവം വരുന്നു. അതിനുശേഷം 80 മുതൽ തുടങ്ങുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ 2026 നിൽക്കുന്ന സമയത്ത് സംസാരിക്കുന്ന നമ്മൾ ഇത്രയേറെ വർഷങ്ങൾ യഥാർത്ഥത്തിൽ അമേരിക്കയും ഇറാനും നേർക്കുനേരെ കൊമ്പ് കോർത്തുകൊണ്ട് നിൽക്കുന്ന സ്ഥിതിയാണ്. അപ്പോൾ അതുകൊണ്ട് ശത്രുവാണ് എന്നതിനാൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അമേരിക്കയെ ചേർത്ത് പിടിക്കാൻ വളരെ എളുപ്പത്തിൽ സാധിച്ചു. ആ ഒരു സാധ്യതയാണ് ഇവിടെ എന്താവുന്നത്, പുലർന്നിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ ആക്രമണം വന്ന സമയത്ത് ഇസ്രായേൽ ഇറാൻ ആക്രമിച്ചു എന്ന് മാത്രമല്ല, അവിടുത്തെ സുപ്രീം ലീഡറെ കൊലപ്പെടുത്തിയതോടനുബന്ധിച്ച് അതവർ സ്ഥിരീകരിച്ച സമയത്ത് തന്നെ അവർ പറയുന്നത് ഞങ്ങൾ മാത്രമല്ല അമേരിക്കയും ഉണ്ട് എന്ന്. ഇസ്രായേൽ അവിടെ തന്നെ അമേരിക്കയും ചേർത്താണ് പറഞ്ഞത്, ഞങ്ങൾ മാത്രമല്ല അമേരിക്കയും കൂടി ചേർന്നിട്ടാണ് സംയുക്തമായ രീതിയിൽ എന്ന് അവിടെ സ്ഥാപിക്കുകയാണ്. പിന്നെ അവിടുന്ന് അങ്ങോട്ടുള്ള എല്ലാ ശ്രമങ്ങളും ഇസ്രായേലും അമേരിക്കയും ഒരുമിച്ചും ഇറാൻ ഒറ്റക്കും നേരിടുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയി എന്നുള്ളത് വളരെ കൃത്യമാണ്. അങ്ങനെ ഗത്യന്തരമില്ലാതെ ഇറാൻ്റെ തിരിച്ചടി സർവ്വമേഖല കേന്ദ്രീകരിച്ചുകൊണ്ടായി. അവരുടെ ആത്മീയ നേതാവ് എന്ന് പറഞ്ഞാൽ ഇറാൻ്റെ മാത്രമല്ല ഷിയാ വിഭാഗത്തിൻ്റെ ലോകാടിസ്ഥാനത്തിലുള്ള ഷിയാ വിഭാഗത്തിൻ്റെ നേതാവ് കൂടിയാണ് സുപ്രീം ലീഡർ അയക്കുന്ന ആയത്തുള്ള അലി ഖംനൈ. മുൻപ് 79 കാലത്തിൽ ഖുമേനി ആയിരുന്നു അതിൻ്റെ അധികാരസ്ഥാനം വഹിച്ചിരുന്നത്, ഇപ്പോൾ ഖംനൈയാണ്. അപ്പോൾ അത് സുന്നികളിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് ഷിയാക്കൾക്ക് എപ്പോഴും ലോകാടിസ്ഥാനത്തിലൊരു നേതാവുണ്ടാവും. ഈ മാർപ്പാപ്പയൊക്കെ പറയുന്ന പോലെയാണ്. ക്രിസ്ത്യാനികൾക്ക് മാർപ്പാപ്പ എന്ന് പറഞ്ഞാൽ അവരുടെ മതവിശ്വാസപ്രകാരം വളരെ പ്രധാനപ്പെട്ടതാണ്. ഏറ്റവും കൂടുതൽ അതായത് ക്രിസ്തുമത വിശ്വാസത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ അവസാനത്തെ വാക്കായിട്ടാണ് മാർപ്പാപ്പയെ കാണുന്നത്. അവരുടെ നിയമവ്യവസ്ഥയിൽ മാറ്റം വരുത്തണമെങ്കിൽ യഥാർത്ഥത്തിൽ ഈ മാർപ്പാപ്പയ്ക്ക് സാധിക്കും എന്ന് പോലും അവർ വിശ്വസിക്കുന്നു. നിയമവ്യവസ്ഥയിൽ മാറ്റം വരുത്തില്ലെങ്കിൽ പോലും ഒരു അവസാനത്തെ വാക്ക് ലോകാടിസ്ഥാനത്തിൽ ആയത്തുള്ള ഖംനൈയാണ് ഷിയാക്കളെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ അവരുടെ ഒരു സുപ്രീം ലീഡറെ മാത്രമല്ല, രാജ്യത്തിൻ്റെ നേതാവിനെ മാത്രമല്ല, ലോകാടിസ്ഥാനത്തിലുള്ള ഷിയാക്കളുടെ ഏറ്റവും ആദരിക്കപ്പെടുന്ന ഒരു നേതാവിനെ കൂടിയാണ് ഇസ്രായേൽ കൊലപ്പെടുത്തിയത് എന്ന് പറഞ്ഞാൽ, പിന്നീട് അവർ യഥാർത്ഥത്തിൽ ഈ നിയന്ത്രണം വിട്ട അല്ലെങ്കിൽ ബ്രേക്ക് പോയ ഒരു വാഹനം എങ്ങനെയാണോ അതേപോലെയാണ് യഥാർത്ഥത്തിൽ ഇറാൻ ഇപ്പോൾ പ്രവർത്തിക്കുന്നതെന്ന് ചുരുക്കം. ചില റിപ്പോർട്ടിനകത്ത് ഇങ്ങനെ കൂടി പറയുന്നുണ്ട്, മതം പൊട്ടി ആന പെരുമാറുന്ന സ്വഭാവത്തോടു കൂടി ഇപ്പോൾ ഇറാൻ പെരുമാറുന്നു. ലോകത്തിലെ ഏത് രാജ്യത്തെയും അവർക്ക് ശത്രുവാണെന്ന് തോന്നുന്ന രാജ്യത്തെ മുഴുവൻ അവർ ആക്രമിക്കുന്നു. അതിലിപ്പോൾ ബ്രിട്ടനെ പോലും ആക്രമിച്ചു എന്നുള്ളതാണ്. മാത്രമല്ല ഹോളണ്ട് പോലെയുള്ള രാജ്യത്ത് ഈ അമേരിക്കയുടെ യു എയിലുള്ള ഈ സൈനിക ബേസ് കേന്ദ്രീകരിച്ചുകൊണ്ട് ആക്രമണം നടന്നു. നിലവിലെ ഒരു 10-16ഓളം രാജ്യങ്ങൾ ഇപ്പോൾ ഈ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിൽ കക്ഷി ചേർന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഇറാനുമായിട്ട് ഏറ്റവും കൂടുതൽ സൗഹൃദമുള്ള അറേബ്യൻ രാജ്യങ്ങളിലൊന്നാണ് ഒമാൻ എന്ന് പറയുന്നത്. എല്ലാ തരത്തിലും കരാർ വ്യവസ്ഥയും വെടിനിർത്തൽ കരാറുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിലൊക്കെ അവരാണ് ഇറാനോടൊപ്പം ചേർന്നുകൊണ്ട് ഈ മധ്യശ്രമത്തിനൊക്കെ മുൻപിൽ നിൽക്കാറുള്ളത്. അതേ ഒമാൻ്റെ അതിർത്തിയിലുള്ള കപ്പലുകളെ 2 പ്രാവശ്യം ആക്രമിച്ചു. ഹോർമൂസ് കടലിടുക്കുമായിട്ട് ബന്ധപ്പെട്ട് പോകാൻ വേണ്ടി തീരുമാനിച്ച കപ്പലാണ് എന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആക്രമിച്ചത് എന്ന് ഇറാൻ അതിന് വിശദീകരണം നൽകുകയും ചെയ്തു. ഹോർമൂസ് കടലിടക്ക് അടിച്ചു എന്നുള്ളതും ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഏത് കപ്പൽ വരികയാണെങ്കിലും തങ്ങളതിനെ തകർക്കുമെന്ന് ഒരു ഭീഷണി സ്വരം കൂടി ഇറാൻ്റെ ഭാഗത്തുനിന്നുണ്ടായി. അങ്ങനെ വരുന്ന സമയത്തുള്ള വിഷയം എന്ന് പറഞ്ഞാൽ ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് പെട്രോൾ വഹിച്ചുകൊണ്ടുള്ള ഒരു കപ്പലും ഹോർമൂസ് കടൽ വഴി പോകാൻ പറ്റാത്ത രീതിയിലുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യമായിരിക്കുന്ന സത്യം. ഇപ്പോൾ ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർ ആക്രമണം അവസാനിപ്പിച്ചിട്ടില്ല. അവർ ഇന്നും വ്യത്യസ്ത മേഖലയിലേക്ക് മിസൈൽ അയച്ചുകൊണ്ടേയിരിക്കുന്നു. അവരുടെ മിസൈൽ ശൃംഖലയും സംവിധാനവും കണ്ടെത്താനുള്ള എല്ലാ ശ്രമവും അമേരിക്ക നടത്തുന്നുണ്ടെങ്കിലും അത് 100% പരാജയമാണ്. കൃത്യമായ രീതിയിൽ അവർക്ക് ലക്ഷ്യത്തിലെത്താൻ വേണ്ടി സാധിച്ചിട്ടില്ല എന്ന് ഏറെക്കുറെ അവരുടെ ഭാഗത്തു നിന്ന് തന്നെ നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്.